ഹലോ, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ കാന്തയുടെ ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. കാന്ത ഒ ടി ടിയിലേക്ക് എത്തുന്നു. ഒ ടി ടിയിലേക്ക് പോകുന്നത് റെക്കോർഡ് തുകയ്ക്കാണ് എന്നുള്ളതാണ് ഇന്ന് തെലുങ്കിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു അപ്ഡേറ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കട്ട സപ്പോർട്ടാണെങ്കിൽ നമ്മൾ 65,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. കാന്ത നെറ്റ്ഫ്ലിക്സിലൂടെയാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വിവരങ്ങൾ. അതിൽ തന്നെ സിനിമയുടെ റെക്കോർഡ് തുകയ്ക്കുള്ള ആ ഒരു വിൽപ്പനയും വന്നിരിക്കുന്നു. 40 കോടിക്ക് മുകളിലാണ് സിനിമയുടെ OTT റൈറ്റ്സ് വിറ്റുപോയത് എന്നുള്ളതാണ് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ 5-ാം ദിനം 636ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 15,850 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 8.5% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയത് 25,64,500 രൂപയോളമാണ് പ്രാക്ടീസ് മുഖാന്തരം വന്ന കണക്ക്. തിങ്കളാഴ്ച സിനിമയ്ക്ക് 25,40,000 കോടിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 35-40 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ 32 കോടിയോളം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ സിനിമ 4 കോടിയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് പറയാം. സിനിമ വരുന്ന ദിവസങ്ങളിൽ 50 കോടി കടക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഫൈനലായിട്ട് 5 കോടി കടക്കുമ്പോഴാണ് കേരള ബോക്സ് 100 കോടി കടക്കും എന്നുള്ള സംശയങ്ങളില്ലാതെ മാറി. സിനിമയ്ക്ക് തമിഴിൽ മാത്രമാണ് ഇവിടെ മുകളിലേക്ക് നേടുന്നത്. വേൾഡ് വൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വരുന്ന സിനിമയ്ക്ക് ശുഭകരമല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിനിമയ്ക്ക് ഇതിനോടകം ദുൽഖറിന്റെ 34 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ. അപ്പോൾ 3 ദിവസം ഇവിടെ OTT യിലേക്ക് വരുമ്പോഴത്തേക്കും മലയാളം ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം ഈ ഒരു സിനിമയ്ക്ക് കൂടുതൽ OTT-യിൽ 30 കോടി രൂപയോളമാണ് പ്രാധാന്യം വരുമെന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു സിനിമ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് രീതിയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കാര്യം കാണാൻ കഴിയുന്ന സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. മുകളിലേക്ക് എത്തുന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും പെർഫോമൻസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസുമില്ല. അതിഗംഭീരം എന്നുള്ളത് തന്നെയാണ് എല്ലാവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകളും. എന്താണേലും OTT-യിൽ കാണാം എന്നുള്ളവർക്ക് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. എന്തായാലും OTT ഡീൽ വലിയ സംഭവമായി തന്നെയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.